ഉത്തരാഖണ്ഡിൽ വെച്ച് താൻ ജാതി വിവേചനം നേരിട്ടെന്ന് രാജ്യസഭയിൽ വെളിപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. ഉത്തരാഖണ്ഡിലെ റാലിക്ക് പിന്നാലെ താൻ സംസാരിച്ച പ്രസംഗവേദിയിൽ ശുദ്ധീകരണം നടത്തിയ സംഭവമാണ് ഖാർഗെ ഇന്ന് രാജ്യസഭയിൽ ഉന്നയിച്ചത്. ബിജെപിയുടെ ദളിത് വിരുദ്ധ മനോഭാവമാണ് ഇതിലൂടെ വെളിപ്പെട്ടതെന്നും ഖാർഗെ ഇന്ന് രാജ്യസഭയിൽ ആരോപിച്ചു. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും വിഷയം അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി JP നഡ്ഡ വിശദീകരിച്ചു. രാഷ്ട്രീയത്തിനും പ്രത്യയശാസ്ത്രത്തിനും അതീതമായി നടപടിയെ എതിർക്കുന്നതായി രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ പറഞ്ഞു. ശുദ്ധികലശ വിവാദത്തിൽ BJPക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. വർഷം 2026 ആയിട്ടും ഇത്തരം അയിത്തങ്ങളിൽ നിന്ന് മാറ്റം വരുത്താൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാണാം RD എക്സ്ട്രാ. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിൽ നടന്ന വിജയ് ശങ്കർനാഥ് റാലിയെ അഭിസംബോധന ചെയ്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സംസാരിച്ചത്. ഹൽദ്വാനയിലെ രാംലീല മൈതാനിയിലായിരുന്നു ഖാർഗെയുടെ പ്രസംഗം നടന്നത്. 2 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 10 ഇതേ മൈതാനിയിൽ ശ്രീരാമസേന എന്ന സംഘടന വേദിയിൽ ശുദ്ധികലശം നടത്തിയെന്നാണ് ഖാർഗെ ഇന്ന് രാജ്യസഭയിൽ ഉന്നയിച്ചത്. ഇതിൽ നിന്നും BJPയുടെ ദളിത് വിരുദ്ധ മനോഭാവമാണ് വെളിപ്പെട്ടതെന്നും ഖാർഗെ തുറന്നടിച്ചു. രാംലീല മൈതാനിയിൽ ഏതെങ്കിലും മതത്തെയോ സമുദായത്തെയോ കുറിച്ച് താൻ ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും ഖാർഗെ പറഞ്ഞു. ഇത്തരം പ്രവർത്തികളെ ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്നും വിഷയം അന്വേഷിക്കുമെന്നും കേന്ദ്രമന്ത്രി JP നഡ്ഡ പ്രതികരിച്ചു. തൊട്ടുകൂടായ്മ നിയമമനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യണമെന്നും ഖാർഗെ പാർലമെന്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശുദ്ധീകലശത്തിന് പിന്നിൽ BJP ആണെന്നും സംഭവത്തിലെ പോലീസ് നടപടി എന്താണെന്നും ഉത്തരാഖണ്ഡ് PCC പ്രസിഡന്റ് ഗണേഷ് ഗോദിയാലും ചോദിച്ചു. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ സംഭവത്തെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. അതേസമയം ശ്രീരാമസേനയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് BJPയുടെ വിശദീകരണം. RD എക്സ്ട്രാ, ന്യൂസ് മലയാളം. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനയിൽ രാംലീല മൈതാനിയിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിച്ചത്. ആ വേദി 2 ദിവസത്തിന് ശേഷം ശുദ്ധീകരണം ചെയ്തു എന്നാണ് ഖാർഗെയുടെ ആരോപണം. ആദ്യം ആ ശുദ്ധീകരണത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവാം. थोड़ा पीछे से भैया. सीता माता ये नवग्रहाणां मर्यादा पुरुषोत्तम रामचंद्रेभ्यो होमे विनियोगः. ओम नीलाम्बुजस्य मदकोमलंगं सीता समारोपितः मर्यादा पुरुषोत्तम रामचंद्रेभ्यो नमः. संजय भाई. ओम मर्यादा पुरुषोत्तम रामचंद्रेभ्यो नमः. ओम मर्यादा पुरुषोत्तम रामचंद्रेभ्यो नमः. ओम मर्यादा पुरुषोत्तम रामचंद्रेभ्यो नमः. താൻ സംസാരിച്ച വേദി BJP പ്രവർത്തകർ ശുദ്ധികലശം നടത്തിയെന്ന് മല്ലികാർജുൻ ഖാർഗെ ഇന്ന് രാജ്യസഭയിൽ പറയുകയായിരുന്നു. ഹൽദ്വാനിലെ വേദി ശുദ്ധീകരിച്ചതിലൂടെ അപമാനിക്കപ്പെട്ടതായി തോന്നിയെന്നും ഖാർഗെ പറഞ്ഞു. पब्लिक स्पीच में रामलीला मैदान में रामलीला स्टेज पर भाषण किया और लाखों लोग वहां पर थे. उस वक्त मैंने किसी समाज का, किसी धर्म का नाम नहीं लिया. सिर्फ मैं लोगों के समस्याओं को वहां पर बताया. लेकिन मेरे स्पीच होने के बाद कल वो लोग BJP के लोग सब मिलके हवन करके उस स्टेज का शुद्धिकरण करने का काम किए. ये you might have read in the newspaper. Is it the way in democracy? How you are protecting the constitution? ഖാർഗെ പറഞ്ഞത് സങ്കടകരമായ കാര്യമാണെന്നും BJP ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കില്ലെന്നും കേന്ദ്രമന്ത്രി JP നഡ്ഡ പറഞ്ഞു. माननीय खड़गे जी ने कहा है, ये सच में बहुत ही दुखदाई विषय है और ये दुखदाई सिर्फ कांग्रेस पार्टी के लिए नहीं, ये दुखदाई हम सब के लिए है. क्योंकि खड़गे साहब ने कहा कि BJP के लोग थे. मैं स्पष्ट करना चाहता हूं, यहां राष्ट्रीय अध्यक्ष जी भी बैठे हैं और मैं भी पूर्व राष्ट्रीय अध्यक्ष रहा हूं. BJP डज नॉट सब्सक्राइब टू सच एक्टिविटीज. ഇതിപ്പോൾ ആദ്യമായല്ല. ഇപ്പോൾ BJP ഇത്തരം കാര്യങ്ങൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ തന്നെ ഉദാഹരിക്കാൻ കുറേയേറെ സംഭവങ്ങളുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും തൊട്ടടുത്ത് ഓർമ്മയുള്ളത് ജിഗ്നേഷ് മേവാനി പോയിടത്ത് ഇതുപോലെ തന്നെ BJP പ്രവർത്തകർ പോയി അവിടെ ഈ ശുദ്ധികലശവും പരിപാടികളും ഒക്കെ നടത്തി. അതുപോലെ മുമ്പ് ഇത് പല സംഭവങ്ങൾ ആ നിലയ്ക്ക് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സംഭവങ്ങളുണ്ട്. ഇതിനെ എങ്ങനെയാണ് കാണുന്നത്?
ഇതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ, മുതിർന്ന നേതാവ് എന്ന് പറയാവുന്ന ഒരാളാണല്ലോ മല്ലികാർജ്ജുൻ ഖാർഗെ. നമ്മുടെ രാജ്യം 10-70 കൊല്ലക്കാലം ഭരിച്ച അതായത് മുത്തശ്ശി പാർട്ടി എന്നൊക്കെ പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ രൂപീകരണത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആണല്ലോ അദ്ദേഹം. ഏറ്റവും ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. പ്രായം കൊണ്ടാണെങ്കിലും രാഷ്ട്രീയ പദവി, ഈ പാർട്ടിയുടെ ഒരു ഗൗരവം കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും സുപ്രധാനി, പ്രത്യേകമായിട്ട് പറയേണ്ടതില്ല. ആ ആളെയാണ് ഇങ്ങനെ അപമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് നിലക്ക് അധികാര പദവിയിലേക്ക് എത്തിയാലും നിങ്ങൾ ഇന്ന സ്ഥലത്ത് ആണ്, നിങ്ങളുടെ പദവി ഇന്നതാണ് എന്ന് കാണിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം വന്ന് പ്രസംഗിച്ച് പോയെടുത്ത് ഈ ശുദ്ധികലശം നടത്തി. ശ്രീരാം സേന എന്നോ മറ്റോ ആണ് അവരുടെ പേര് പറയുന്നത്. അപ്പോൾ BJP ആണ് ഇതിന് പിന്നിൽ എന്ന് ഖാർഗെ തന്നെ അവിടെ അത്രയും സുപ്രധാനമായിട്ടുള്ള നേതാവ് തന്നെയും പറയുന്നു. അതുകൊണ്ട് അതിന് സംശയിക്കേണ്ടതില്ല. കാരണം അവിടെ ഈ ഹവനം നടത്തിയ ആളുകളുടെ, ഈ ശുദ്ധകലശം നടത്തിയ ആളുകളുടെ വോട്ട് എങ്ങോട്ടാണ് പോകുന്നത്, അവരുടെ രാഷ്ട്രീയ എലിജിയൻസ് എവിടെയാണെന്ന് ചോദിച്ചാൽ സംശയിക്കേ വേണ്ട, അത് BJPയിലേക്കായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ടാണല്ലോ അത് ഉറപ്പിച്ച് അദ്ദേഹം പറയുന്നത്. ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കാണുമ്പോൾ പാർലമെൻറ്റിൽ JP നദ്ദ അദ്ദേഹത്തിനാകാവുന്ന ഏറ്റവും നല്ല വാക്കുകളാൽ അതിനെ തള്ളിക്കളയാണ്. ഞങ്ങളിതിൻ്റെ ആളുകളല്ല, ഞങ്ങളിതിനെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ BJP ശരിയാണ്, BJP ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും അമിത്ഷാ ആണെങ്കിലും ഒക്കെ ഈ അഭിപ്രായം തന്നെ പറയൂ. കാരണം മല്ലികാർജ്ജുൻ ഖാർഗെ അവിടെ ബഹുമാനിക്കപ്പെടുന്ന നേതാവാണ്. രാഷ്ട്രീയമായിട്ട് എതിരഭിപ്രായങ്ങളുടെ, രാഷ്ട്രീയമായിട്ട് പരിഹാസവും തള്ളിക്കളയിലൊക്കെ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തെ പോലൊരു നേതാവിനോട് ഇങ്ങനെ ചെയ്യുന്നതൊന്നും ഒരു തരത്തിലും ഈ പറഞ്ഞ നേതാക്കൾ ആരും അനുകൂലിക്കുന്നതാകില്ല. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടിയുടെ, രാഷ്ട്രീയ നേതാക്കളുടെ പാർലമെൻറ്റിനകത്തും അവരുടെ ഗരിമക്കനുസരിച്ചും വ്യക്തികളെ നേരിട്ടറിയാവുന്നതുകൊണ്ടും അവരുടെ നിലപാട് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെയും JP നദ്ദയും നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെയുള്ള ആളുകൾ വളരെ ആധുനികമായുള്ള നിലപാടുകൾ ഇക്കാര്യത്തിൽ ഈ സമൂഹത്തിന് അധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ തന്നെയും ആ പാർട്ടിയുടെ ആന്തരികമായിട്ടുള്ള ഒരു ആന്തരിക സംഗതിയായിട്ട് ഇത് അതിനകത്ത് കിടക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് എതിർപക്ഷത്തുള്ള ആളുകൾ പറയും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം നമ്മളിത് കാണുമ്പോൾ കഴിഞ്ഞ ദിവസം ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല നടത്തിയ പരാമർശം ഇത് തന്നെയാണ്, ആത്യന്തികമായിട്ട് ഇത് തന്നെയാണ്. അതായത് ഞങ്ങൾ കുറച്ച് കൂടിയ മനുഷ്യരാണ്, നിങ്ങൾ കുറഞ്ഞ മനുഷ്യരാണ്. എന്നാൽ ഈ മേൽത്തട്ട് കീഴ്ത്തട്ട് മനോഭാവമാണ്. അതായത് ഞങ്ങൾ കൂടിയ മനുഷ്യരാണ്, ജാതിയാലും മറ്റും കൂടിയ ഉയർന്ന മനുഷ്യരാണ്, നിങ്ങൾ കുറഞ്ഞ മനുഷ്യരാണ് എന്ന് കേരളത്തോടും ലുങ്കിവാലകളായിട്ടുള്ള ആളുകളോടും പറയുകയായിരുന്നു സുഷ്മിതാ ദേവ് എന്ന് പറയുന്ന MP ചെയ്തതെങ്കിൽ ഇവിടെ ശ്രീരാം സേനക്കാരെന്ന് വിളിക്കുന്ന BJPക്കാർ ചെയ്തു അത് തന്നെയാണ്. അതായത് ഞങ്ങൾ ഉയർന്ന ആളുകളാണ്, നിങ്ങൾ ദളിതരാണ്, നിങ്ങൾ താഴ്ന്ന ആളുകളാണ് എന്ന് പറയുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഒരു MP അല്ലേ സുഷ്മിതാ ദേവ്, ഇത് ആ പാർട്ടിയുടെ അകത്തുള്ള ആന്തരികമായിട്ടുള്ള, അതായത് മനുഷ്യർക്ക് തട്ട് വ്യത്യാസമുണ്ട് എന്ന് ആ പാർട്ടിക്കകത്തെ ബഹുഭൂരിപക്ഷ ആളുകളും വിചാരിക്കുന്നു. അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം അതിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ അത്തരം ഗുരുതരമായിട്ടുള്ള ഈ ആധുനിക കാലത്ത് രോഗാവസ്ഥ എന്ന് പോലും പറയാവുന്ന ഈ മേൽത്തട്ട് താഴ്ത്തട്ട് ഈ മനസ്സുള്ള ആളുകൾക്ക് ചെന്ന് ചേരാവുന്ന പ്രത്യയശാസ്ത്രമുള്ളത് BJP ആണ് എന്ന് വരികയാണല്ലോ ചെയ്യുന്നത്. പക്ഷേ എന്താണ്, JP നദ്ദയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ സഭയിൽ വന്ന് സംസാരിക്കുമ്പോൾ അവർ പ്രതിനിധീകരിക്കുന്നത് ഈ മനോഭാവത്തെ അല്ല. നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ ലുങ്കിവാലകൾ എന്ന് വിളിക്കുന്ന മലയാളികളടക്കമുള്ള ആളുകളെയും എല്ലാത്തരം ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ഒരു ബഹുസ്വരമായ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് ആധുനികമായിട്ടുള്ള നിലപാട് തന്നെ എടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിലും JP നദ്ദ ആണെങ്കിലും വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഉറ്റുനോക്കപ്പെടുന്ന നേതാക്കളാണ്. അവർ ഈ തരം നിലപാടുകളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കാൻ അവർക്ക് പറ്റില്ല. അവർ സ്വാഭാവികമായിട്ടും ആ ഉന്നതമായ നിലപാടുകൾ ആന്തരികമായിട്ട് തന്നെയും എടുക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. പക്ഷേ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ അവർ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിലാകെ തന്നെയിലേക്കും ഈ ജാതി വിരുദ്ധമായിട്ടുള്ള നിലപാടുകളിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അവരാരും ശ്രമിക്കുന്നുമില്ല, അതിലേക്ക് കാര്യങ്ങൾ പോകുന്നുമില്ല എന്നത് ഉറപ്പാണ്. ഇവർ ഈ രാഷ്ട്രീയ പാർട്ടി BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇത്രകാലം, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഏതെങ്കിലും ഒരു നേതാവിനെതിരെ അദ്ദേഹത്തിൻ്റെ ജാതിയുടെ പേരിലോ മറ്റോ ഇങ്ങനൊരു പൂജ നടന്നാൽ അത് എന്തു വലിയ പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തു വലിയ പ്രശ്നം. അങ്ങനെ സംഭവിക്കില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ഈ കേരളത്തെക്കുറിച്ച് വിചാരിക്കുന്നത്. അങ്ങനെ സംഭവിക്കില്ല. ഉണ്ടെങ്കിൽ അത് വലിയ രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറും. പക്ഷേ നമ്മുടെ മറ്റ് കേരളം അപ്പുറത്തുള്ള ഇവർ ഈ ലുങ്കിവാലകളെന്ന് വിളിക്കുന്ന മലയാളികൾ നിൽക്കുന്ന ഈ കേരളത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ജാതി പ്രശ്നങ്ങൾ വളരെ വളരെ വലുതാണ്. അതിനകത്ത് ഫലപ്രദമാം വിധം ഇടപെട്ട് അതിനെ പരിഹരിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ആന്തരികമായിട്ടുള്ള പ്രത്യയശാസ്ത്രം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത് ആധുനികമായിട്ടുള്ള പാർലമെൻറ്റിനകത്തേക്ക് എല്ലാവരെയും പ്രതിനിധീകരിക്കേണ്ട സ്ഥലത്തേക്ക് അധികാര പദവികളിലേക്ക് എത്തുമ്പോൾ അവർക്ക് ആധുനികമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരികയും അവരുടെ കോർ ഐഡിയോളജിയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴേക്ക് അവർ അതിൻ്റെ ആളുകളായിട്ട് മാറുകയും ചെയ്യുന്ന ഒരുതരം വൈരുദ്ധ്യം അതിനകത്തുണ്ട്. അങ്ങനെ സമൂഹത്തിനകത്ത് ഇറങ്ങി ഇടപെട്ട് ജാതിയെയും ഇത്തരം സംഗതികളെയും നിഷ്കാസനം ചെയ്യാനും ആ ചെയ്ത ആളുകൾക്കെതിരെ കുറ്റം ആണെന്ന് കണ്ട് അവരെ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കാനും പറ്റാത്ത വിധമാണ് ഈ കാര്യങ്ങൾ കിടക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് MP മാർ ലുങ്കിവാല എന്ന് വിളിക്കുന്നതും ഇങ്ങനെ
പരസ്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഇങ്ങനെ നിന്ദ്യമായിട്ടുള്ള കാര്യം ചെയ്യാനൊക്കെ ആളുകൾക്ക് തോന്നുന്നു അല്ലേ? അത് തീർച്ചയായിട്ടും. കാരണം ഇത് കേരളത്തിൽ ഈ മട്ടിൽ എന്തായാലും സംഭവിക്കില്ല. എനിക്കിപ്പോൾ ഓർമ്മയുള്ള ഒരു കാര്യം, ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ അവരുടേതായ ചില ചട്ടവട്ടങ്ങളുണ്ട്. അതെന്ന് പറയുമ്പോൾ ഈ ഒരു തരത്തിൽ അതൊരു പൊതുസ്ഥലമാണെങ്കിലും അത് അവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് കൂടിയാണല്ലോ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ഗുരുവായൂരിൽ നമ്മുടെ വയലാർ രവിയുടെ പേരക്കുട്ടിയെ അവിടെ കൊണ്ടുചെന്നപ്പോൾ അത് കൈക്കുഞ്ഞാണ്, അത് മൂത്രമൊഴിച്ചു. അപ്പോൾ അവിടെ അതിന് പരിഹാരക്രിയ ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. അത് വലിയ പ്രശ്നമായി. കേരളത്തിൽ വളരെ വലിയ ചർച്ചയ്ക്ക് വിധേയമായി. അതുപോലും അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് അവിടെ ഇപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ദൃശ്യങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചത് ഒരു പതിവ് പരിപാടി ഇവർക്കുണ്ടായിരുന്നു, അതായത് ചാണകവെള്ളം തളിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അതിനും അപ്പുറത്ത് വലിയ പൂജ നടത്തിയിരിക്കുകയാണ്. ശുദ്ധികലശം വലിയ പൂജയായി തന്നെ സംഘടിപ്പിച്ചിരിക്കുകയാണെന്നുള്ളത് ഓർക്കണം. എങ്ങനെയാണ് അത്രയും പേർക്ക് അവിടെ ഇതിന് വട്ടം കൂടി ഇതുകൊണ്ടൊരു കുഴപ്പമില്ലായിരുന്നു തോന്നലിലൂടെ ഒത്തുചേരാൻ പറ്റിയത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം. ഇത് ഒന്ന് നിയമലംഘനമാണ്. കാരണം ഒന്ന് അയിത്തം എന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ത്യയിൽ. അത് മറ്റൊരു കാര്യം, അദ്ദേഹം പട്ടികജാതി വിഭാഗക്കാരനാണ്. അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ അടുത്ത കുറ്റകൃത്യം കൂടിയാണ് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ കർശനമായ ശിക്ഷയ്ക്ക് വിധേയരാക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അത്തരം നിയമ നടപടികൾക്ക് വിധേയരാക്കുകയാണ് വേണ്ടത്. അത് ഒരു തരത്തിലും അംഗീകരിക്കാവുന്ന സംഗതിയല്ല. സനീഷ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മുതിർന്ന നേതാക്കളൊക്കെ ഈ കാര്യത്തോട് ഈ മട്ടിൽ തന്നെയാവും പ്രതികരിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ ചെയ്തികളും ഈ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്നുള്ള ദുഷ്പേര് BJP ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഈ ജിഗ്നേഷ് മേവാനിയുടെ കാര്യത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഇതുപോലെ തന്നെ അദ്ദേഹം പങ്കെടുത്ത വേദിയിൽ ശുദ്ധികലശം നടത്തുക എന്നുള്ളതായിരുന്നു ഇത് ചെയ്തത്. അതുപോലെ ഈ പശ്ചിമ ബംഗാൾ അസംബ്ലിയിൽ TMCയുടെ പ്രതിഷേധത്തിന് ശേഷം BJP MLA-മാരും അവിടെ ഇതേ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. അതായത് തെരഞ്ഞെടുക്കപ്പെടുന്നവർ പോലും ഇങ്ങനെ ചെയ്തിട്ടുള്ള ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിയല്ല. ഈ രാജ്യം മുന്നോട്ടാണ് കുതിക്കുന്നതെങ്കിൽ ഇത്തരം അത് നിരന്തരം അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ ആ സർക്കാരിന് കീഴിൽ ഇത്തരത്തിലുള്ള അയിത്ത ആചരണം വെച്ചു പൊറുപ്പിക്കാനാവുന്നതല്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഭരണകൂടത്തിലും പൊതുവിടത്തിലും അക്കാദമിക രംഗത്തുമെല്ലാം ജാതി എത്രത്തോളം ആഴത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മല്ലികാർജുൻ ഖാർഗെ ഉന്നയിച്ച ഉത്തരാഖണ്ഡിലെ ശുദ്ധികലശം. ഈ കാലത്തും ജാതി വ്യവസ്ഥ ഒഴിവാക്കാനാകാത്ത ഘടകമായി തുടരുന്നു എന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകാത്ത കാര്യമാണ്. ജാതി വ്യവസ്ഥ മനുഷ്യരുടെ അടിസ്ഥാന അവകാശങ്ങളെയും തുല്യതയെയും ഇല്ലാതാക്കുന്നുവെന്ന് ഇക്കാലത്ത് വീണ്ടും പറയേണ്ടി വരുന്നത് ഏറെ സങ്കടകരമാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവിനുണ്ടായത് ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യരുടെ കാര്യം പറയാൻ പോലും സാധിക്കുന്നതല്ല. എന്തായാലും ദളിത് മനുഷ്യരെ അവർ ഏത് സ്ഥാനത്തെത്തിയാലും ജാതിയുടെ അളവുകോൽ വെച്ച് അളന്ന് അയിത്തം കൽപ്പിക്കുന്ന ഈ ചിന്താഗതി മാറുക തന്നെ വേണം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഗുഡ് നൈറ്റ്.